2-3 ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നൊരു കൊച്ചു സാമ്പാറാണ് വെക്കാൻ പോണത്. നമുക്കിന്ന് പണിക്കാരൻ ചേട്ടന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ സാമ്പാർ വെക്കണത് കൊണ്ട് തന്നെ സുതപ്പൻ നെഞ്ചത്ത് കൈവച്ചിട്ടാണ് പറയണത്, ദൈവമേ ഇതെന്താവോ എന്തോന്ന്. അച്ഛൻ്റെ സാമ്പാറാണെന്ന് തോന്നുന്നു കുട്ടിക്ക് ഇഷ്ടം. അച്ഛൻ്റെ സാമ്പാറാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. കാരണം അച്ഛൻ ഫാൻസാണ്. സാമ്പാർ പച്ചക്കറി കാര്യങ്ങളിലെല്ലാം അച്ഛനാണ് സൂപ്പർ. അങ്ങനെ ഞാൻ അങ്ങനെ പറ്റൂലല്ലോ, നമ്മൾ സാമ്പാർ വെച്ച് പിള്ളേർക്ക് കൂട്ടാൻ കൊടുക്കണ്ടേ. അങ്ങനെ ഞാൻ കഷ്ണങ്ങളൊക്കെ അരിയാനായിട്ട് എടുത്തിട്ടുണ്ട്. സുനിച്ചേട്ടനോട് ചോദിച്ചിട്ടുണ്ട് എളുപ്പത്തിൽ വെക്കാൻ പറ്റുന്ന എന്തെങ്കിലും ട്രിക്കൊന്ന് പറഞ്ഞു തരുമോയെന്ന്. ഞാൻ ഈ മാതിരി കാര്യങ്ങളൊന്നും ചെയ്യാത്തത് കൊണ്ട് തന്നെ എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലാട്ടതിൽ. അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിന്ന് ചേട്ടന്മാരുണ്ട് കേട്ടോ, 3 പേരുണ്ടെന്ന്. അപ്പോൾ ചേട്ടന്മാരിൽ നമുക്ക് കൊടുക്കാം, സാമ്പാറും ഇഡലിയൊക്കെ ആക്കാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് തുടങ്ങിയേക്കണത്. അങ്ങനെ നമ്മളിപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോ നമുക്ക് കറക്റ്റായിട്ട് ഇടാൻ പറ്റാത്തത് വേറൊന്നുമല്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ പണിയൊക്കെ നടക്കണ കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പകലൊന്നും എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മൾ ഹാളിലോട്ടൊക്കെ ചെല്ലാതെ ഒന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റണില്ല. അപ്പോൾ അപ്പുറത്തെ സൈഡിലൊക്കെ പണി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാ ദിവസമായിട്ട് വീഡിയോ ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാനിങ്ങനെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ രാവിലെ ഇപ്പോഴായി പിന്നെ ചേട്ടന്മാരും കൂടി ഉള്ളതുകൊണ്ട് വേഗം തന്നെ പണി കഴിയും കേട്ടോ. അവിടെ ഇവിടെയൊക്കെ തട്ടിത്തടഞ്ഞൊന്നും ഞാൻ നിൽക്കൂല. അങ്ങനെ എൻ്റെ തകൃതിയായിട്ടുള്ള പാട്ടും ഡാൻസും ഒക്കെ കൂടി ആയിട്ടാണ് ഇന്നത്തെ പാചകം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ പാചകത്തിൻ്റെ ഇടയ്ക്ക് കൂടി ചോര കണ്ടിട്ടാണ് കേട്ടോ സംഭവം കൈ കുറച്ച് മുറിഞ്ഞിട്ടുണ്ട്. അത് സാരില്ല, നമ്മളമ്മമാർക്ക് കൈ ഇപ്പം മുറിഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, അതതിൻ്റെ വഴിക്ക് നടന്നോളും. അങ്ങനെ ഞാനൊരു കുറച്ച് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ചമ്മന്തി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പിന്നെ തക്കാളിയും വെണ്ടയ്ക്കയൊക്കെ വാട്ടിയിട്ടാണ് സംഭവം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. റെഡിയായി നമ്മുടെ ടെസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടളം പോലുള്ള പാത്രത്തിൽ തന്നെ ഉണ്ട് ടേസ്റ്റ് ചെയ്യാൻ നോക്കണത്. ടേസ്റ്റ് ചെയ്യണത് ഇത്രയും കറിയൊക്കെ എടുത്ത് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യുമെന്ന്. സാമ്പാറൊക്കെ ആകുമ്പോൾ നമ്മൾ വല്ലപ്പോഴും വെക്കണോണ്ട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ചെയ്യാനായിട്ട്. വേറെ കറികളൊന്നും അങ്ങനെ എടുക്കൂല കേട്ടോ. പിന്നെ സുതപ്പനാണെങ്കിൽ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കുമ്പോൾ സുധുവിന് ഇഡലിയും സാമ്പാറൊക്കെ കൊടുത്ത് സാമ്പാർ നല്ല കിടുവായിരുന്നെന്ന് പറഞ്ഞിരുന്നു സുധു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഇനി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെക്കും, സുനിച്ചേട്ടനെ വെച്ച് കൊടുക്കണം. അങ്ങനെ നമ്മുടെ വണ്ടി കാര്യങ്ങളെല്ലാം ചേട്ടൻ്റെ വീട്ടിലാണ് ഇപ്പോൾ വെക്കണത്. പൊടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ രാവിലെ തന്നെ സുതപ്പൻ അങ്ങോട്ട് കൊണ്ടുവന്ന് വെക്കും. അപ്പോൾ സുതപ്പനാണെങ്കിൽ പോകാൻ പോണേന് പിന്നെ ഇനി ഞാനും നമ്മുടെ പണിക്കാരൻ ചേട്ടന്മാരും കൂടിയാണ് ഒരു ദിവസം അങ്ങനെ എല്ലാം അവർക്ക് കൊടുക്കാനുള്ള റെഡി ആയിട്ടുണ്ട്.